നമസ്കാരം. ഷെയർ മാർക്കറ്റ് മലയാളത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ദലാൽ സ്ട്രീറ്റിൽ രക്തച്ചൊരിച്ചിൽ ഇന്നും തുടർന്നു. നിഫ്റ്റി വീണ്ടും കൂപ്പുകുത്തിയിരിക്കുന്നു. സെൻസെക്സിൽ 1500 പോയിന്റിനടുത്ത് വീണു. ഇതിനൊപ്പം ക്രൂഡ് ഓയിൽ വില വീണ്ടും $100 കടന്നതും ഇന്ത്യയിലെ LPG പ്രതിസന്ധിയും രൂപയുടെ തകർച്ചയും ഒപ്പം അഡോബിൽ നിന്നുള്ള ഒരു വലിയ രാജ്യപ്രഖ്യാപനവും ഉൾപ്പെടെ നിങ്ങളുടെ നിക്ഷേപങ്ങളെ നേരിട്ട് ബാധിക്കുന്ന ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തകളാണ് നമ്മൾ വിശദമായി പരിശോധിക്കുന്നത്. വിഷയത്തിലേക്ക് കടക്കുന്നതിന് മുൻപ് ഒരു ചെറിയ കാര്യം. വിപണിയിൽ ദിവസേനയുള്ള പ്രധാനപ്പെട്ട അപ്ഡേറ്റുകൾ നിങ്ങളിലേക്ക് എത്തിക്കാൻ ഞങ്ങൾ ശ്രമിക്കുന്നുണ്ട്. അത് നിങ്ങൾക്ക് ലഭിക്കുന്നുണ്ടെന്ന് ഉറപ്പുവരുത്താൻ ഇപ്പോൾ തന്നെ ആ ലൈക്ക് ബട്ടൺ ഒന്ന് അമർത്തുക. അതുകൂടാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഇനി നമുക്ക് പ്രധാന അപ്ഡേറ്റുകളിലേക്ക് കടക്കാം. ഇന്നത്തെ വാർത്തകളിലേക്ക് കടക്കുന്നതിന് മുൻപായി നിങ്ങൾക്കൊരു ചെറിയ ചോദ്യം. കഴിഞ്ഞ 18 വർഷമായി ആഗോള ടെക് ഭീമനായ അഡോബിന്റെ CEO ആയിരുന്ന ഇന്ത്യക്കാരനായ വ്യക്തി അടുത്തിടെ തന്റെ സ്ഥാനം രാജിവെക്കാൻ പോകുന്ന കാര്യം പ്രഖ്യാപിച്ചിരുന്നു. ആരാണ് അദ്ദേഹം? ഓപ്ഷൻ എ സത്യ നാദേല, ഓപ്ഷൻ ബി അരവിന്ദ് കൃഷ്ണ, ഓപ്ഷൻ സി ശാന്തനു നാരായൺ, ഓപ്ഷൻ ഡി സുന്ദർ പിച്ചൈ. ഇതിന്റെ ശരിയായ ഉത്തരം അറിയാവുന്നവർ ഇപ്പോൾ തന്നെ താഴെ കമന്റ് ചെയ്യുക. വീഡിയോയുടെ അവസാനം ഇതിന്റെ ഉത്തരം ഞാൻ പറയുന്നതാണ്. ചോദ്യം താഴെ ഡിസ്ക്രിപ്ഷനിലും ക്വിസായി കൊടുത്തിട്ടുണ്ട്. അത് ക്ലിക്ക് ചെയ്തും ഉത്തരം പറയാവുന്നതാണ്. ആദ്യമായി ഇന്നത്തെ മാർക്കറ്റ് തകർച്ചയെക്കുറിച്ച് തന്നെ സംസാരിക്കാം. വിപണിയിൽ ഭയം അതിന്റെ പാരമ്യത്തിലെത്തിയിരിക്കുകയാണ്. സെൻസെക്സ് 1500 പോയിന്റിനടുത്ത് ഇടിഞ്ഞ് വലിയൊരു തകർച്ച രേഖപ്പെടുത്തിയപ്പോൾ നിഫ്റ്റി 50 വീണ്ടും താഴേക്കു പതിച്ച് 23,150-ലാണ് ഇന്ന് വ്യാപാരം അവസാനിപ്പിച്ചത്. ഈ പാനിക് സെല്ലിംഗിന്റെ വ്യാപ്തി വ്യക്തമാക്കുന്ന മറ്റൊരു ഡേറ്റ കൂടിയുണ്ട്. HDFC ബാങ്ക്, ITC, TCS, ടാറ്റ മോട്ടോഴ്സ് PV എന്നിവയുൾപ്പെടെ ഏകദേശം 509 ഓഹരികളാണ് ഇന്ന് നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ അവരുടെ 52 ആഴ്ചയിലെ ഏറ്റവും താഴ്ന്ന നിലയിലേക്ക് 25 വീക്ക് ലോയിലേക്ക് കൂപ്പുകുത്തിയത്. ഗ്ലോബൽ മാർക്കറ്റിലെ പ്രശ്നങ്ങളും വിദേശ നിക്ഷേപകരുടെ തുടർച്ചയായുള്ള പിന്മാറ്റവുമാണ് ഈ ഫ്രീ ഫോളിന് പ്രധാന കാരണം. ഈ വിപണി തകർച്ചയ്ക്ക് പിന്നിലെ യഥാർത്ഥ വില്ലൻ കുതിച്ചുയരുന്ന ക്രൂഡ് ഓയിലാണ്. മിഡിൽ ഈസ്റ്റിലെ ടെൻഷനുകൾ വർദ്ധിച്ചതോടെ ആഗോള വിപണിയിൽ ക്രൂഡ് ഓയിൽ വില വീണ്ടും ബാരലിന് $100 കടന്നിരിക്കുകയാണ്. എന്നാൽ ഭയപ്പെടുത്തുന്ന ഒരു കാര്യം നുവാമ റിസർച്ച് ഇന്ന് പുറത്തുവിട്ട ഒരു റിപ്പോർട്ടാണ്. ഹോർമൂസ് കടലിടുക്കിലൂടെയുള്ള എണ്ണ വിതരണം ഇതേ രീതിയിൽ 4 മുതൽ 8 ആഴ്ച വരെ തടസ്സപ്പെടുകയാണെങ്കിൽ ക്രൂഡ് ഓയിൽ വില ബാരലിന് $150 വരെ എത്തിയേക്കാമെന്നാണ് അവർ മുന്നറിയിപ്പ് നൽകുന്നത്. അങ്ങനെ സംഭവിച്ചാൽ അത് ഇന്ത്യൻ സമ്പദ്വ്യവസ്ഥയ്ക്ക് വലിയൊരു പ്രഹരമായിരിക്കും. ക്രൂഡ് ഓയിൽ വില കൂടിയത് നമ്മുടെ കറൻസി മാർക്കറ്റിനെയും തളർത്തിയിട്ടുണ്ട്. ഡോളറിനെതിരെ ഇന്ത്യൻ രൂപയുടെ മൂല്യം 12 പൈസ ഇടിഞ്ഞ് 82.37 എന്ന നിലയിലെത്തി. എണ്ണവില കൂടുന്നതും രൂപയുടെ മൂല്യം ഇടിയുന്നതും നമ്മുടെ ഇറക്കുമതി ചിലവുകൾ കുത്തനെ ഉയർത്തും. ഇത് ഇന്ത്യയിലെ FMCG, പെയിന്റ്, എയർലൈൻസ് തുടങ്ങിയ സെക്ടറുകളെ വലിയ രീതിയിൽ നെഗറ്റീവായി ബാധിക്കും. എണ്ണവില വർധനവിനൊപ്പം ഇന്ത്യ ഇപ്പോൾ നേരിടുന്ന മറ്റൊരു വലിയ പ്രതിസന്ധിയാണ് ഗ്യാസ് ക്ഷാമം. എണ്ണവില $100 കടന്നതോടെ രാജ്യത്തെ പലയിടത്തും കുക്കിംഗ് ഗ്യാസ് വാങ്ങിക്കൂട്ടാനുള്ള ഒരു പാനിക് ബൈയിങ് നമ്മൾ കാണുന്നുണ്ട്. ഈ വിഷയത്തിൽ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ പുതിയ റിപ്പോർട്ട് വളരെ നിർണായകമാണ്. LPG വിതരണത്തിലെ ഈ തടസ്സം ദീർഘകാലം നീണ്ടു നിൽക്കുകയാണെങ്കിൽ ഇന്ത്യയിലെ പല സ്ഥാനങ്ങളിലും ഗ്യാസ് വില വലിയ രീതിയിൽ വർദ്ധിക്കാൻ സാധ്യതയുണ്ടെന്ന് SBI റിപ്പോർട്ട് മുന്നറിയിപ്പ് നൽകുന്നു. ഈ വിലക്കയറ്റം സാധാരണക്കാരുടെ ബജറ്റ് താളം തെറ്റിക്കുകയും രാജ്യത്തെ പണപ്പെരുപ്പും കുത്തനെ ഉയർത്തുകയും ചെയ്യും. ആഗോള സമ്പദ്വ്യവസ്ഥയുമായി ബന്ധപ്പെട്ട ഒരു വാർത്തയാണ് അടുത്തത്. UK-യിൽ നിന്നും പുറത്തുവന്ന ഏറ്റവും പുതിയ സാമ്പത്തിക ഡേറ്റ അനുസരിച്ച് ഇറാൻ യുദ്ധം കാരണം എനർജി പ്രതിസന്ധി രൂക്ഷമാകുന്നതിനു മുൻപ് തന്നെ, അതായത് ജാനുവരി വരെയുള്ള 3 മാസങ്ങളിൽ UK-യുടെ സാമ്പത്തിക വളർച്ച ഏതാണ്ട് പൂർണ്ണമായും നിലച്ച അവസ്ഥയിലായിരുന്നു. ഇനി എണ്ണവില കൂടിയതിന്റെ ഇമ്പാക്റ്റ് കൂടി വരുമ്പോൾ യൂറോപ്യൻ മാർക്കറ്റുകൾ ഒരു സാമ്പത്തിക മാന്ദ്യത്തിലേക്ക് പോകാനുള്ള സാധ്യത തള്ളിക്കളയാനാവില്ല. അവസാനമായി IT സെക്ടറിൽ നിന്നുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു കോർപ്പറേറ്റ് വാർത്ത നോക്കാം. ലോകത്തെ ഏറ്റവും വലിയ സോഫ്റ്റ്വെയർ കമ്പനികളിലൊന്നായ അഡോബിന്റെ CEO ആയ ശാന്തനു നാരായൺ തന്റെ സ്ഥാനം രാജിവെക്കാൻ പോവുകയാണ്. കഴിഞ്ഞ 18 വർഷമായി അഡോബിനെ നയിച്ചിരുന്ന അദ്ദേഹം ഇതൊരു കമ്പനിക്കൊരു പുതിയ തുടക്കത്തിനുള്ള സമയമാണെന്ന് ജീവനക്കാർക്കയച്ച മെസ്സേജിൽ വ്യക്തമാക്കിയിട്ടുണ്ട്. ഈ മാറ്റം അഡോബിന്റെ ഭാവിയിലെ AI അധിഷ്ഠിത പ്രോജക്റ്റുകളെ എങ്ങനെ ബാധിക്കുമെന്ന് ടെക് ലോകം ഉറ്റുനോക്കുകയാണ്. ഇന്നത്തെ പ്രധാന അപ്ഡേറ്റുകൾ ഇവയാണ്. ഇനി ഇന്നത്തെ നമ്മുടെ ചോദ്യത്തിന്റെ ഉത്തരം നോക്കാം. അഡോബിന്റെ CEO സ്ഥാനം രാജിവെച്ചത് ശാന്തനു നാരായണാണ്. അതിനാൽ ഓപ്ഷൻ സി ആണ് ശരിയായ ഉത്തരം. ശരിയായ ഉത്തരം കമന്റ് ചെയ്ത എല്ലാവർക്കും അഭിനന്ദനങ്ങൾ. മാർക്കറ്റിലെ ഈ വലിയ വീഴ്ചയിൽ നിങ്ങളുടെ പോർട്ട്ഫോളിയോയ്ക്ക് എത്ര % നഷ്ടം സംഭവിച്ചുവെന്ന് താഴെ കമന്റ് ചെയ്യുക. പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം. നന്ദി.